ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലിരുന്നാ സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട്. ആ വീഡിയോക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിന്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു, ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോണിരിക്കുക. ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പറിച്ചത്? എന്തെങ്കിലും തെളിവ് വേണം. ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, കേസ് കൊടുത്ത ഞങ്ങളുടെ, അതായത് ഞങ്ങളുടെ ഭാഗത്ത് വേണ്ടതെന്താ? ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ്, സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു നോക്കിയാൽ ഈ കേസ് അവിടെ തീരും. ബാക്കി എന്ത് വേണം ഈ കുട്ടികൾ വരട്ടെ, എന്ത് ആരോപണമായിട്ട് വരട്ടെ, പക്ഷെ തെളിവുണ്ടോന്ന് നിങ്ങൾ കൂടി ഒന്ന് ചോദിക്കുക. ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ ഞാനിവിടെ ഉണ്ട്. കേട്ടില്ല, ഒന്നുകൂടി ചോദിക്കാം. നിങ്ങളുടെ കുടുംബവും അങ്ങയും അങ്ങയുടെ മകളുമാണ് ആദ്യം പോലീസിൽ പരാതി നൽകുന്നത്. അതിന് കൗണ്ടറായിട്ടാണ് കേരളത്തിൽ പല കൗണ്ടർ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൗണ്ടർ കേസ് കൊടുത്ത ആ പെൺകുട്ടികളുടെ പരാതിയിലാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് അങ്ങയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. അത് പോലീസ് തിടുക്കപ്പെട്ട് അങ്ങ് കൊടുത്ത പരാതി മുഖവിലേക്ക് എടുക്കാതെ കൗണ്ടർ കേസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ? പോലീസ് അങ്ങനെ തിടുക്കപ്പെട്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന അതേ കൺസേൺ നമുക്കും തോന്നുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയാറുള്ള സംഭവം, എന്റെ അച്ഛനൊക്കെ യൂണിഫോം ഇട്ടിരുന്നവരാണ്. ഞാൻ എന്നും യൂണിഫോം ഇടുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം. ആര് തെറ്റ് ചെയ്തോട്ടെ, ഇപ്പം നമ്മളും എന്താണ് പറയുന്നത്, നമുക്ക് അനുകൂലമായൊരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല, നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക. ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കില്ലല്ലോ, കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കുട്ടികളും എന്റെ മോളുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. അത് ഈ കുട്ടികളുടെ ഏതെങ്കിലും ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, എല്ലാത്തിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കുറേ വീഡിയോകളാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു ജസ്ന? അനുവാദം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും QR കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനും ഇവരുടെ QR കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കണ്ടേ? പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ഒരു ടാക്സ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം, നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവർ, അതിപ്പോൾ നമ്മൾ ഈ കേസ് വരുമ്പോൾ ബോധിപ്പിക്കണമല്ലോ, നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഇരിക്കുക. ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ല എന്തെന്നോ തട്ടിപ്പടത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ QR കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നന്ന് വൈകുന്നേരം ദിയയ്ക്ക് കൊണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ QR കോഡിലുണ്ട്, ഇവർ സമ്മതിച്ചിരിക്കുന്നു പണം വാങ്ങിയതായിട്ട്. എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെന്നെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ. വിഡ്രോ ചെയ്താൽ ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ വരുമല്ലോ. അപ്പോൾ ഇവർ കൊടുക്കണത് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റും. വിഡ്രോ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് കാണാം. സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ സംഭവം ഉണ്ടോന്ന് പോലീസുകാർ അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പലപ്പോഴും തോന്നിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസിയുടെ ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത്. അപ്പോൾ എന്നും ഒരു ആഴ്ചയിൽ എന്നും ചോദിക്കുക, ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി, കസ്റ്റമേഴ്സിന്റെ മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി, എന്താണ് ഈ CCTV വീഡിയോ. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു പോയി, ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി, ഇങ്ങനെ പറഞ്ഞു പൊക്കോണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നത് കൊണ്ടും ഇതിന് വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് വലിയൊരു പിടിപ്പുകേടെന്ന് വെച്ചാൽ, ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം, എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം. പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ, ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ടുണ്ട്, കൃഷ്ണന്മാരെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും. അതങ്ങനെയാണ്. പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നറിയോ, ഇങ്ങനെ ചെയ്യണം, ഇത് ഈ നിയമം വഴിയാണ് പോകേണ്ടത്, ഇന്നതാണ് ഇന്നത്തെ വകുപ്പ്. കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല. ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. എന്റെ മകൾ ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക. അവൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു. ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കി എത്ര കൃത്യമായിട്ട് പോയി. ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പൊ കൂടെ നിന്നവരെ പറ്റി നമ്മൾ എങ്ങനെ സംശയിക്കും? അവരടുത്ത് പറയാണ് ആ കണക്ക് നോക്കണം, ഈ കണക്ക് നോക്കണം, എല്ലാം പറഞ്ഞ വരി ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷെ പണം പോയി. ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റർ പറഞ്ഞു, ഇല്ല ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ്, അതനുസരിച്ച് പണം വന്നിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു, കുറച്ച് കഴിയുമ്പോൾ കണക്ക് വലുതായി. ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്ക്. അല്ലെങ്കിൽ ഞാൻ 4 പെമ്പിളരെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടി കാണും. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട്, ഞങ്ങളെപ്പറ്റി പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞ ആത്മഹത്യയല്ല വേറെ മാർഗമില്ല. ആത്മഹത്യ എന്നൊരു വാക്ക് സ്ഥിരം പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടല്ല,
എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒത്തുതീർപ്പാക്കി അവർക്ക് തരാൻ പറ്റും തരട്ടെ, അവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് തീരുമാനമെടുത്തത് ഞാനാണ്. അതെ, ചിലപ്പോൾ എന്റെ പോരായ്മയായിരിക്കും. ആ ദൃശ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ പുറത്തു വന്നതിൽ ഒരു വെള്ള പേപ്പറിൽ എനിക്ക് ഒപ്പിടുന്നില്ല. അന്നേ ദിവസം തന്നെയാണ് 8,83,000 രൂപ നിങ്ങൾക്ക് കൈമാറുന്നത്. ആ സംഭവം എന്താണ്? എങ്ങനെയാണ് ആ പണം അവർ തരാൻ തയ്യാറാകുന്നതും അതിന് അവർ പറഞ്ഞൊരു കാരണം അവരുടെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ, അവർ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിടുമെന്നും അവരെ അപമാനിക്കുമെന്നും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആക്കി നിർത്തുമെന്നും ഭീഷണിപ്പെടുത്തിയവരുടെ ഭാവി കുലയ്ക്കുമെന്ന ഭീഷണിയൊക്കെ കൊണ്ട് അവർ തരേണ്ടി വന്നതാണ്, നിർബന്ധിതരായതാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ ഒരു സമയം എന്താണ് സംഭവിച്ചത്? ഈ പണം വാങ്ങുന്നതും ആ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയായിട്ടാണ് ഇവർ വരുന്നത്. അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി പിടികിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു ആർക്കോൺ ബിൽഡേഴ്സിന്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എന്റെ മകളും ഭാര്യയും സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഡെപ്ത് പിടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നു. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരെ കൃഷ്ണമാർ ആൾ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു. ഈ ഓഫീസിൽ വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കേണ്ടുന്ന സാഹചര്യം വന്നു. ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി 3-4 മണിക്കൂറിനകത്ത് കുറെ പൈസയുമായിട്ട് വന്നു. 8,80,000 എത്ര രൂപയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബാക്കി പൈസ കാര്യം എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ചെക്കായിട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല. ഞാൻ എത്ര പൈസ തരാം? അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു 15 ലക്ഷം രൂപ കൂടെ തരാം, 5 വീതം. അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം 3 തവണയായിട്ട്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട അടുത്ത നടപടി? ഇനി സെറ്റിൽമെന്റ് വേണ്ട, നമുക്ക് നേരെ കേസിന് പോകാം. ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ 1-ാം തീയതി എന്ന് വിശ്വസിക്കുന്നു. അന്ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും. കാരണം ഈ പറയുന്നത് 23 ലക്ഷം രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുക. 8,83,000 തന്നു ക്യാഷായിട്ട്. 15 ലക്ഷം രൂപ ഇനി തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. അല്ലാതെ വേറെ എന്തോ മാർഗം? നിങ്ങളൊന്ന് പറയൂ. അല്ല, നിങ്ങൾക്ക് ഇത്ര നഷ്ടം വന്നതല്ലേ? അല്ല, ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പൊ ആർക്കെതിരെ നടപടി വന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെ പറ്റി നല്ല ബോധമുള്ള ഒരാൾ, 56 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളാണ്, കലാകാരനായിട്ട് രാഷ്ട്രീയത്തിലെല്ലാം നിന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്താ ഇന്നത്തെ കാലത്ത് നോക്കുന്നത്? പണം കിട്ടണമെങ്കിലുണ്ടല്ലോ 10-20 വർഷം പോകും. നമ്മൾ ആയസോടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന കുട്ടി കേസൊന്നും ഒഴിവാക്കി. ഇനിയിപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല സഹോദരൻ. ഈ സംസാരം നടക്കുന്നത് പൂർണ്ണമായും ഈ ഒരു പോലീസിന്റെയോ മറ്റെന്തെങ്കിലും നിയമ സംവിധാനത്തിന്റെയോ പിന്തുണയോടെ അല്ല. പകരം നിങ്ങൾ തമ്മിലുള്ള ഒരു തീർച്ചയായിട്ടും ചർച്ച നടക്കുമ്പോൾ അവർ സെറ്റ് ചെയ്യും. അതെ, അപ്പോൾ അവർ പൊക്കോട്ടെ, പ്രശ്നമില്ല, അവരുടെ ഭാവി നശിപ്പിക്കേണ്ട, ഇനിയൊരു പ്രശ്നത്തിലില്ല എന്ന് മാത്രം കരുതി 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു എന്നാണ് സംശയം. 46 ലക്ഷം ഇത് കണക്ക് പ്രകാരമാണ് ഈ 69. ഇനി അടുത്ത വില വരാൻ പോകുന്നുണ്ട്. പക്ഷെ നമുക്കതിന് തെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കാത്തത്. സ്റ്റോക്ക് മിസ്സിങ്, ക്യാഷ് പോയിരിക്കുന്നു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ചാനലിന്റെ മുമ്പിൽ വന്ന് എനിക്ക് എന്ത് വേണോ പറയാം. പക്ഷെ നാളെ കോടതിയിലോട്ട് പോകുമ്പോൾ ശാസ്ത്രീയമായ തെളിവില്ല, അവിടെ നിൽക്കത്തില്ല. അവിടെ ഈ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇന്ന് കേരളത്തില് ഇന്നലെ നിങ്ങൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഓരോരുത്തരും നിങ്ങളിന്റെ താഴെ പോയി, നമ്മളെല്ലാം കമന്റ്സ് വായിക്കുന്ന സ്വഭാവമാണ്, വായിച്ചു നോക്കൂ. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം കേസ് കൊടുക്കുന്ന ഞങ്ങൾ, കൗണ്ടർ പോസ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു. അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. ചീറ്റിംഗ് കേസാണ്, റിമാൻഡിലാവേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കൂ. അതുകൊണ്ട് പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഓരോരുത്തരും ഇന്ന് ഈ കാണുന്ന പോലെയല്ല പെരുമാറുന്നത്. നമ്മുടെ സ്റ്റാഫ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫിനോട് ചോദിക്കുക ചെയ്യും. ഒരു കാര്യമില്ല, ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനിപ്പോ അതിലോട്ടൊന്നും ചിന്തിക്കുന്നില്ല. കാരണം എന്നറിയോ, നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ പെരുമാറും. ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത്. അതുകൊണ്ട് ഈ പോലീസിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇന്ന സമയം കൃത്യതയൊന്നുമില്ല. അവർ രാത്രി ഉറങ്ങാത്തവരായിരിക്കാം, പകൽ എളുപ്പങ്ങൾ എണീറ്റ് വരുന്നവരായിരിക്കും. അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും ഞാൻ തിരിഞ്ഞു പറയാറില്ല. കാരണം അവരെ നമ്മൾ നിരന്തരം എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ആ സേനയുടെ മനോവീര്യം തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോയേഴ്സ് പറയുന്ന എന്താണോ അത് പ്രകാരം നിയമ നടപടിയിട്ട് മുന്നോട്ട് പോവുക. കാരണം ആദ്യം ഒത്തുതീർപ്പ് നമ്മൾ ശ്രമിച്ചു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് ന്യായം വേണം, ഈ പണം തിരിച്ചു കിട്ടണം. അല്ലാതെ വേറെ ഒരു മാർഗത്തിനും ഒരു വഴിക്കും ഞാൻ നോക്കുന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഞാൻ സിനിമയില് നല്ല വേഷവും മോശം വേഷവും ശരി പലതരം സീനുകൾ ചെയ്തിട്ടില്ല.
നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ പറ്റി ഇവിടെ പല ആരോപണങ്ങളും ഈ അടുത്ത വന്നല്ലോ. ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു പരാതി വന്നാൽ നിങ്ങൾക്ക് പറയാമോ? ഈ 56 വർഷത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. പല സെറ്റുകളും വെറുതെ ഇരിപ്പാ, പല ദിവസങ്ങളും ഷൂട്ടിംഗ് ഇല്ലാത്ത. ആ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയൂ. അതുകൊണ്ട് ഈ ആരോപണങ്ങളും FIR-ഉം ഒക്കെ ക്വാഷ് ചെയ്യാനും നമുക്ക് ഇവിടെ കോടതികളുണ്ട്. നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് തിരിച്ചറിവുള്ള സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കാം. ഒന്നാമത്തെ വിഷയം എടുത്തിരും സ്ത്രീ വിഷയം, അതില്ലെങ്കിൽ ജാതി പരാമർശം, ഇങ്ങനത്തെ കുറെ സാധനം എടുത്തിരും. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം പൊതുജനത്തിനും ബുദ്ധിയുള്ളവരാ, അല്ലാതെ ജനം മണ്ടന്മാരൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയവരാ, എല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാ. അതുകൊണ്ട് ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 10 തവണയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറയാം. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്. ഈ ജാതീയമായ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തങ്ങളുടെ രാഷ്ട്രീയമായി കൂടി ബാധിക്കുന്നതല്ലേ ഇത്തരം ആരോപണങ്ങൾ? അല്ല, നമുക്ക് ബാധിക്കാനുള്ളത് വരിക എന്ന് ചെയ്യും, നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ നിന്നത്. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ. അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത്, പ്രത്യേകിച്ച് വലിയതുറയുള്ള കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും. ഈ ജാതീയതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളുടെ മതം എന്ത്, ജാതി എന്ന് വളരെ ഈസി ആയിട്ട് അറിയാം. എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെ എടുത്താൽ പോരെ. ഇത് ഞാൻ ഇലക്ഷൻ എന്ന സ്ഥലത്തെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇലക്ഷൻ തോറ്റൊരാളാണ്. തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രമന്ത്രി റുബാലെ വരെ ഇവിടെ ഞാൻ കൊണ്ടുവന്നതാണ്. സാറിന് തോറ്റു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ നിന്ന് പറക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ആ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കാരണം നമ്മളെല്ലാം മത്സ്യം കഴിക്കുന്നവർ, നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധമാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക്. ഇവരൊക്കെ താമസിക്കുന്ന ഇവരൊക്കെ വീടുകൾ എനിക്കറിയാം. ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. 5 പൈസ നേട്ടം ഉണ്ടായിട്ടല്ല, കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ആ മേഖലയിലുള്ള കുട്ടികളാണ്. അപ്പൊ എനിക്കിനകത്ത് അവരുടെ മതം നോക്കാൻ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാ. അതിലുള്ള കുട്ടികളാണ് ഇന്ന് നിൽക്കുന്നത്. എനിക്കെന്താ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി, ഇല്ല എന്റെ മതം എന്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാമല്ലോ. ഇനിയിപ്പോ ഭയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ട് വേണമെങ്കിൽ സ്റ്റാഫുകളെ വെക്കാൻ പോലും അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർദ്ധയോ ജാതി സ്പർദ്ധയോ ഇല്ല. ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും. അതാണ് ഇവിടുത്തെ അപകടം. അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാനായി ചെളിവാരി എറിയാനായിട്ട് എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം. 2 ജാതി പ്രശ്നം. ഇതൊന്നും ഇവിടെ ഇല്ല. എന്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടില് ആരേത് ജാതി എന്നറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇനി എന്റെ മക്കൾ കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റു മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാതി മതവും നമ്മൾ സംസാരിക്കാതിരിക്കുക. ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക. നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ ദയവ് ചെയ്ത്. എല്ലാം ഞങ്ങളെ സംബന്ധിച്ചുള്ള ടാക്സ് അപ്ഡേറ്റഡ്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഓഡിറ്റേഴ്സ് ഉണ്ട്, അവർ ടാക്സ് അടയ്ക്കുന്നു. എല്ലാ രേഖകളും ഞങ്ങളുടെ ഉണ്ട്. ഇതിൽ വിഷയം ഉണ്ടായതിനു ശേഷം എന്തൊക്കെ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്? നമ്മൾ ആദ്യം പരാതി കൊടുത്തതെന്ന് പറയുന്നു, കൗണ്ടർ കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൊഴിയെടുപ്പോ അല്ലെങ്കിൽ രേഖകൾ വാങ്ങുകയോ CCTV ദൃശ്യങ്ങൾ സ്വീകരിക്കുക എന്തെങ്കിലും ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? എന്നെ മൊഴിയെടുക്കാനായിട്ട് വിളിപ്പിച്ചു, ഇവരുടെ പരാതിയില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസ് വന്നിരുന്നു. ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മകളുടെ 2 സ്ഥാപനത്തിൽ ചെന്നു, പിന്നെ ആ ഫ്ളാറ്റിന്റെ അവിടെ ചെന്നു. എല്ലായിടത്തെ തെളിവുകളും അവർ ശേഖരിക്കണം. അതുകൊണ്ട് അതാണ് എനിക്കറിയാവുന്ന നടപടി വന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേൾക്കാൻ കഴിഞ്ഞത്. ഇതുവരെ ഈ വകുപ്പുകൾ ഇട്ടതോ എനിക്കെതിരെ ഇങ്ങനെ നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ ചാനലിൽ വന്നു. അതിനുശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയെന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് ഇതിലുള്ള FIR-ന്റെ ഡീറ്റെയിൽ എന്താണെന്ന്. ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഞാൻ ഇതേ രംഗത്തുനിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റും ഞാൻ അറിയുന്നതിനേക്കാൾ. നിങ്ങൾ തന്നെ പറയുക, എന്താണ് അവർക്കെതിരെ ഇതുവരെ നടപടികളും തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായെന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അല്ല, മാനസികമായിട്ട് പ്രയാസം വന്നാലും നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പോഴത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി, എന്താണ് ഭീഷണിപ്പെടുത്തിയെന്ന് പലരും ചോദിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്ത്രീയോ പുരുഷനോട്ടെ, പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ രാത്രി ഒരു 10-11 മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട, പരാതിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ കാണാം, ഇത്തരം ഭാഷകൾ മാത്രം. ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ? നിങ്ങൾ ആലോചിക്കൂ, അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ
എന്റെ മകളങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്. പക്ഷെ ഇന്നലെ സ്വാഭാവികമായിട്ടും അവൾക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു. നിങ്ങൾക്ക് ഊഹിക്കാം, 8-9 മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. പണം പോയത് ഒരു സൈഡിൽ, ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും? മൂന്നാമതൊരു സ്ഥാപനം തുടങ്ങിയെടുക്കണം വീണ്ടും. കാരണം സ്റ്റോർ വരെ പൂട്ടേണ്ടി വന്നു. എന്നിട്ട് പുതിയ സ്ഥാപനം വെച്ച് ആരംഭിക്കുന്നു. എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ പിതാവിന്റെ വേദന എന്താണ്. എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ആളല്ല. മക്കൾക്ക് ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു പോലും പോരുന്നു ഞാൻ പറഞ്ഞു. നമ്മൾ ആരെ പറ്റി കുറ്റവും പറയണ്ട, നമ്മൾ തകരാനും പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട്. ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പെൺമക്കളെ ധൈര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ്. മുക്കിന് മയക്കുമരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നതാണ്. ഈ അവസരത്തിലാണ് 4 പിള്ളേരെയും വളർത്തുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക, എവിടെയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയപരമല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കേസോ ഒരു ആരോപണമോ എന്തെങ്കിലും ഒരു പരാതി വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും സീരിയലും സെറ്റിലും വർക്ക് ചെയ്ത 36 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ, ചീത്ത നമുക്കത് വിളിക്കാറുണ്ട്. നല്ല 1-ാം തരം തെറി എനിക്ക് വിളിക്കാറിയാം. പക്ഷെ എന്റെ വായിലത് വരില്ല. ഇന്നലെ തന്നെ കുട്ടികളോട് ഞാൻ രൂക്ഷമായി സംസാരിച്ചു. എവിടെയെങ്കിലും ഒരു തെറി വന്നിട്ടുണ്ടോ? അത് വരത്തില്ല. അങ്ങനെ വളർത്തിയതാ. മക്കളോടും പറഞ്ഞിരിക്കുന്നതാ. സംസാരിക്കുമ്പോൾ അതിന് വിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും പരമാവധി നമ്മൾ അടങ്ങിപ്പോവുക, പോട്ടെ എന്ന് അങ്ങനെ വളർത്തിയവരാണ് കുട്ടികളെ. ഇതേ ആരോപണം, അതായത് യാത്രയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ഈ പെൺകുട്ടികൾ പറയുന്നത് ദിയക്കെതിരെയുണ്ട്, ദിയയുടെ ഭർത്താവിനെതിരെയുണ്ട്, താങ്കൾക്കെതിരെയുണ്ട്. അതായത് 1 മണിക്കും 2 മണിക്കും വിളിച്ച് മുൻപ് ജോലി ചെയ്യുന്ന സമയത്ത് ഷോക്ക് അവിടെ എന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം രാത്രി വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി നിങ്ങൾ തുലച്ചു കളയുന്നത്. ദിയയുടെ ചില ഓഡിയോ സന്ദേശങ്ങൾ അടക്കമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഒരു കച്ചവടം നടത്തി പൈസ പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയും. എന്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു, എന്റെ മകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ട് പോകും? അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതും സ്ത്രീകളാണ്, പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി 10-11 മണിക്കൊരുത്തം വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എന്റെ കണക്കൂട്ട് വളരെ മാന്യമായ ഭാഷയാണ്. നമുക്കറിയാലോ ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായ, നമ്മുടെ MLA ക്ക് പോലും ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണാൻ ഓഡിയോയിൽ. രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചിട്ട് പോലും ഏത് രീതി പെരുമാറേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ എന്റെ മകളെ ഏതോ ഒരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതേണ്ടത് കൈവെക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മളൊന്നും അത് ശീലിച്ചിട്ടില്ല. നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടുത്തെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ്? ഈ കുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇവർ സാധാരണ കുട്ടികളാണ്. ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്ര വലുതാക്കിയത്. ഞങ്ങൾക്കിത് ഒന്നും വേണ്ട. ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് വന്നു, അതിനുശേഷം സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഇതിനകത്ത് കുറെ പേരുമായിട്ട് ആത്മബന്ധമുള്ളതാണ്. എനിക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തന്നാൽ പോരായിരുന്നു. ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരാ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ എന്റെ അടുത്ത് വന്നു, ഞാൻ നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഏത് രാത്രി മറുപടി തരാൻ തയ്യാറാണ്. ഇന്നലെയൊക്കെ ഞാൻ കിടക്കുന്ന 4 മണിക്കാണ് രാത്രി, ഇന്ന് വെളുപ്പിനെ. കാരണം മകളുടെ പ്രശ്നം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. നിങ്ങളത് ആലോചിക്കണം. പക്ഷെ ഒരിടത്തും ഒളിച്ചോടാനോ മാറി നിൽക്കാനോ തന്നെ എത്ര ചോദ്യമാണ് ചോദിച്ചോളൂ, ഞാൻ ഇവിടെ കാണും, ഉത്തരം തരാം. പക്ഷെ ഇതിനകത്ത് എന്ത് വെച്ചാൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊന്ന് പകയ്ക്കും. ആദ്യം അറിയോ എന്ത് ചെയ്യും? പകച്ചുപോയി. കാരണം ചില്ലറ കേസ് ഞാൻ TV കണ്ട് നിങ്ങളിൽ പലരും എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കാര്യം അറിയില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്റ്റേഷനിൽ പോയി അവിടെ നീതി കിട്ടുന്നില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന? മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചു. 5-ാമത്തെ മിനിറ്റ് അവർക്ക് കാര്യം പിടികിട്ടി ആരുടെ ഭാഗത്ത് എന്ത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഇന്നലെ എന്നെ തൂക്കിക്കൊണ്ട് പോകണ്ടല്ലേ? ഇട്ടിരിക്കുന്ന വകുപ്പെന്താ നോക്കി. എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ? എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ, എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ? പറയൂ. നിങ്ങളത് പറയണം. നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത്. നിങ്ങളുടെ വരും തലമുറ നിങ്ങൾ വേറൊരു കൾച്ചർ ഉണ്ടാക്കണം. മീഡിയ കൾച്ചർ തന്നെ മാറ്റിയെടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പച്ചക്കള്ളം പറയുന്നവരെ എക്സ്പോസ് ചെയ്യണം. ഈ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നേക്കാൾ ഞാൻ ദൂരദർശനിൽ ഈ റിപ്പോർട്ടിങ്ങും വാർത്താവായനം തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് തന്ന ഉപദേശം എന്തെന്നറിയോ? നിങ്ങൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്, അവർ സംസാരിക്കും. നിങ്ങൾ കേൾവിക്കാതിരിക്കുക, ബി എ ലിസ്ണർ. എന്നിട്ട് അവർ പറയാനുള്ള പറയുമ്പോൾ കേൾക്കുക. അതിനുശേഷം അവരുടെ മെസ്സേജ് ജനങ്ങളിൽ എത്തുക. ഇത് കഴിയുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ മെസ്സേജ് എത്തുന്നു. ദൂരദർശന് നല്ല പേരുണ്ടാക്കണം, ഒപ്പം നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവണം. ആ ഉയർച്ച ആ പാഠങ്ങളിൽ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും അനാവശ്യമായ ആരോപണം ഉന്നയിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ പോലും ഈ കുട്ടികളുടെ പേര് പോലും ഞാൻ അടുത്ത് പറയാറില്ല. പക്ഷെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ആലോചിക്കും എന്ത് ചെയ്യണം, ഈ വീഡിയോ റിലീസ് ചെയ്യണം, ഞാൻ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കള്ളന്മാരായി പോകും. കാരണം ഇന്ന് അങ്ങനെയാണ്, മിണ്ടാതിരിക്കുന്നവൻ കള്ളനായി പോകുന്ന കാലമാണ്. കഴിഞ്ഞ കുറച്ച് മാസം
അതോ ഈ സംഭവം തന്നെയാണോ? എനിക്കത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഏതുമായിട്ടാണ് ഇത്തരത്തിൽ താൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ജീവനക്കാർ തട്ടിപ്പ് നടത്തിയെന്നും സൂചിപ്പിക്കുന്നതും ഇൻസ്റ്റഗ്രാം പോസ്റ്റോ സ്റ്റോറിയോ ഇത് രസം എന്തറിയോ, ഈ കുട്ടികളെ ഇതിനു മുമ്പ് 2-3 തവണ ഈ സാമ്പത്തിക വിഷയം ഉണ്ടായതാണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു, 1-2 തവണ പോട്ടെ, ചിലപ്പോൾ സാമ്പത്തിക കുറവ്, കാരണം 10-15,000 രൂപ സാലറി ഉള്ള കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പൊ ഞാൻ വെച്ച് പോട്ടെ. പക്ഷെ 3-4 തവണ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നതാ, ഈ ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ വെക്കരുത്. അപ്പോഴൊക്കെ ഉള്ളത് എന്റെ പിള്ളേരാണ് അച്ഛാ, എന്റെ പിള്ളേരാണ്, എന്റെ കൂടെ എല്ലാ പരിപാടിക്കും വരുന്നവരാ, ഭയങ്കര സപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അതായത് എല്ലാം നിങ്ങൾ നോക്കുക, ഇതൊന്നും ഞാൻ എന്തെങ്കിലും പറയുന്നതിലൊരു കള്ളം ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. ആരും പറഞ്ഞു പഠിപ്പിച്ചല്ല, ഇന്നലെ കുട്ടികൾ പറഞ്ഞ. ഞാനത് ആദ്യമേ പറയുന്നുണ്ട്, ഇതിനകത്ത് എന്റെ മകളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി ബിസിനസ് തുടങ്ങുന്നവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സകല കണ്ണും അവിടെ വെച്ചിരുന്നോണം. എല്ലാ മൂക്കൻ കോർണറിൽ കണ്ണുകൾ പോയിരിക്കണം. ഇന്ന് വളരെ നമ്മൾ ഇന്നത്തെ കുട്ടികൾക്കൊരുന്നുണ്ട്, അവരുടെ വിചാരം ഈ ഓൺലൈനിലെല്ലാം കറക്റ്റ് ആയിക്കോളുന്നൊരു തോന്നലുണ്ട്. ആ ഓൺലൈൻ അവർ തയ്ച്ചു ഇല്ല. ട്രഡീഷണൽ രീതിയിൽ നിങ്ങളുടെ ലെഡ്ജർ ഓരോ ഇതിനും വൗച്ചർ വെച്ച് എല്ലാത്തിനും കണക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കും. കാരണം തട്ടിപ്പിന്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ഈ വീഡിയോ ദൃശ്യമൊന്നും സത്യം മുഴുവൻ കണ്ടിട്ടില്ല, അത് മൊത്തം കാണാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിവൃത്തിയില്ല വന്നപ്പോഴാണ് ആ വീഡിയോ പുറത്തുവിടാൻ പറഞ്ഞത്. താങ്കൾക്കറിയാം ഇങ്ങനെ ദൃശ്യങ്ങൾ നിലയിലുണ്ട്, അതെല്ലാം താങ്കൾ കണ്ടിട്ട് അവസാനമാണല്ലോ പറയുന്നത്. അല്ല, പറഞ്ഞത് വീഡിയോ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. കാരണം ഇപ്പൊ മോൾ ഇന്നലെ രാത്രി ഒരു 50 മിനിറ്റ് വ്ളോഗ് ഇട്ടിട്ട് കാണണം. എനിക്ക് കാണാനുള്ള ടൈമില്ല, കാണാൻ പറ്റിയില്ല, കാരണം കിടന്നുറങ്ങണം മനുഷ്യൻ. നമുക്ക് വീഡിയോ തന്നെ ഇപ്പൊ തന്നെ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഇടട്ടെ. ഞാൻ ഉണ്ട്. കാരണം ഇനി നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ എക്സ്പോസ് ചെയ്ത് നമ്മളെ ഇങ്ങനെ ഒരു കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തെ ന്യായം കാണിക്കാൻ എന്തൊക്കെ തെളിവുണ്ട് അത് മുഴുവൻ എടുത്തിടും. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ അന്ന് ഞങ്ങളിവിടെ റെക്കോർഡ് ചെയ്ത ദിവസം ഞങ്ങൾക്ക് എടുത്തിട്ടുകൂടെ? പ്രശ്നം തീർന്നില്ല. കേസിനെ കുറച്ചുകൂടി ബലപ്പിച്ചുകൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഈ വീഡിയോ എടുത്ത് തന്ന ഈ സംഭവം നടന്ന ദിവസമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാം. പെൺകുട്ടികൾ ഇന്ന് പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ 4 മക്കളും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്, തിരിച്ചറിവുള്ള മുഖങ്ങളായുണ്ട്. ഞങ്ങളുടെ വീട്ടിനവിടെ പലപ്പോഴും നിങ്ങൾ കാണും, ആ പിള്ളേർ വന്ന് വീട്ടിൽ ചാടി കയറിയ സംഭവം പലതും ഉണ്ടാവാറുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം, ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, രാത്രി ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴി മൂത്ത മോളും ഇഷാനിയും ഹൻസികയായിട്ട് കാറിൽ വരുന്നു. ഒരാള് മരുതൻകുഴി പാലത്തിന് തൊട്ട് മുമ്പ് ലൈറ്റ് അടിക്കുന്നു, കൈ കാണിക്കുന്നു. ഇവരെന്താണെന്നറിയാതെ ഈ വണ്ടി കൊണ്ട് നിർത്തുന്നു. തടഞ്ഞു നിർത്തി തെറി വിളിക്കുന്ന വീഡിയോ വരെ ഇതെടുത്തു വെച്ചു. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നറിയില്ല. പിള്ളേർ പേടിച്ചു പോകും. ഇന്ന് നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഞാൻ തരാം. ആളായിരുന്നു പോലും അറിയില്ല. പിള്ളേർ പേടിച്ചിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല. ഇയാൾ പറയുന്നല്ല. അപ്പൊ വീഡിയോ എടുത്തു തുടങ്ങി പറയുന്നത്, ഞാൻ കൃഷ്ണകുമാറിന്റെ ഫ്രണ്ടാണ്, നീ സൂക്ഷിച്ചു നോക്കണം, എന്തൊക്കെയോ പറയും. ഇവർ പേടിച്ചു പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇതുമായി ബന്ധപ്പെട്ട ആരും അടിക്കാൻ വന്നതാണ്. ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്തരം കുറേ സംഭവം എന്റെ കൂടെ നടക്കും. ഇതുവരെ ഈ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാനാണെങ്കിൽ പറയാൻ ഇതിന് വീഡിയോ എവിഡൻസ് വരെ ഞാൻ തരാം. ഇയാൾ ആരെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവരുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ? നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് ഈ കുട്ടികൾ എങ്ങനെ രാത്രി കിടന്നുറങ്ങും. നിങ്ങളൊന്ന് ആലോചിക്കുക. വീട്ടിന്റെ വെളിയിൽ ഒരു ശബ്ദം കേട്ടാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും. ഈ തന്തേ തള്ളയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിക്കണം, ഈ തന്തേ തള്ളയെ ആരടുത്ത് നമ്മൾ ചെന്ന് നമ്മുടെ പരാതി പറയും, വേദന പറയും. മനുഷ്യൻ പ്രഷറിലാണ് ഇവിടെ മരിച്ചു പോകുന്നത്. അറിയോ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന സ്ട്രെസ്സാണ്. സ്ട്രെസ് കൊണ്ടാണ്. മക്കൾ സുരക്ഷിതരല്ല എന്നൊരു ആശങ്കയുണ്ടോ ഈ ഘട്ടത്തിൽ? അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവര് ഷൂട്ടിങ്ങിന് മറ്റും പോകുന്നു. ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇതുപോലെ ഒരാൾ വന്ന് മുഖത്ത് കുറച്ച് ആസിഡ് ഒരു ഒഴിച്ചാൽ ഏതെങ്കിലും ക്രിമിനൽ, നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് എന്റെ മക്കൾക്ക് മാത്രമേ. നിങ്ങൾ ഇതിനകത്ത് നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ, എന്റെ മക്കളുടെ പ്രായം പോലും കാണത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നിടത്തെ നിങ്ങളെ പറഞ്ഞ ഏതെങ്കിലും സംഭവം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി നിങ്ങൾക്കെതിരെ അറ്റാക്ക് വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നിങ്ങളെ അത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കൊണ്ട് ചികിത്സിക്കാനേ പറ്റും. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഞാൻ ഒരു സർക്കാരിനെതിരെ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഈ സർക്കാരുകളെയൊക്കെ പറ്റി പറയുന്നതിന് മുമ്പ് പൊതുജനം ആലോചിക്കണം. നമ്മുടെ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നമ്മൾ പരിസരവുമായിട്ട് ബന്ധം വെക്കണം, എല്ലാവരുമായിട്ട് ടച്ച് വെക്കണം. ഇതിപ്പോ ആരുമായും ബന്ധമില്ല. വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന പെൺകുട്ടികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലൊക്കെ ഒറ്റ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും സുരക്ഷയുടെ കാരണം ആയിരുന്നല്ലോ നമ്മൾ തന്നെയാണ്. ഇവിടെ വന്ന പെൺകുട്ടികളെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്റെ ആവശ്യം എന്തായിരുന്നു? ഈ കുട്ടികൾക്ക് ഭക്ഷണം വരെ വാങ്ങിച്ചു കൊടുക്കാൻ കാര്യം. എന്റെ ഓഫീസിൽ വരുമ്പോൾ അവരെ പ്രതികളോ എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്റെ സംരക്ഷണയിലാണ്. അതുകൊണ്ട് ആ കുട്ടികളുടെ ഒരു നോട്ടത്തിൽ പോലും ഒരു പ്രശ്നം വരുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഈ കേസ് മുന്നോട്ട് പോകട്ടെ. ഈ കുട്ടികൾക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം അവർ മനസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ പൊള്ളിപ്പോവും. എന്റെ ഭാഗത്തുനിന്ന് ഒരൊറ്റ നീക്കം ഈ കുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടില്ല.
ഇപ്പൊ തന്നെ ഈ പെൺകുട്ടികൾ പറയും ഇവരുടെ സുരക്ഷ ആരാന്നറിയോ? കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങൾ തന്നെ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ തന്നെ. അതുകൊണ്ട് ഈ പെൺകുട്ടികൾ ഉന്നയിച്ച ആരോപണം മൊത്തം അവർക്കെതിരെ തിരിച്ച് പാമ്പായി വരും. നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഉന്നത ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ ധൈര്യമായി പോവുക, നിങ്ങൾക്കെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാകും, ഞങ്ങളത് അന്വേഷിക്കും, വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമാക്കാണ്. മാത്രമല്ല അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു ന്യായത്തിന്റെ ഭാഗത്തുനിന്നൊരു അന്വേഷണം നടക്കും. അത് അതിനോട് എന്നും ആ മുഖ്യമന്ത്രി ഓഫീസിനോട് കടപ്പെട്ടിരിക്കുന്നു. വളരെ സന്തോഷം, നന്ദി, താങ്ക് യു.